ഹായ് ഫ്രണ്ട്സ്, യാമി ആൻഡ് മോം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മത്തി മുളകിലിട്ട് വെച്ചതും അയക്കൂറ ഫ്രൈയുമാണ്. അതിനായി 1 കിലോ മത്തിയും അയക്കൂറയും നന്നായി കഴുകി വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം മത്തി മുളകിലിട്ട് വെക്കാനായിട്ട് ഒരു ഉള്ളിയും 4 പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ ഒരു പച്ചമുളകേ കാണിക്കുന്നുള്ളൂ. ബാക്കി 4 കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് വേണം പാത്രത്തിലേക്ക് മാറ്റി വെക്കാൻ. അതായത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, ഒരു കഷ്ണം നാരങ്ങാ നീര് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യണം മിക്സ് ചെയ്യുമ്പോൾ, ഇല്ലെങ്കിൽ നന്നായിട്ട് മിക്സ് ആവില്ല. എന്നിട്ട് ആ മിക്സ് ചെയ്ത അരവെടുത്ത് മീനിലേക്ക് നന്നായി പരത്തി കൊടുക്കാം. ഇനി ഇത് അരമണിക്കൂർ നേരത്തേക്ക് മാറ്റി വെക്കാം. ഈ മാറ്റി വെച്ച സമയത്ത് നമ്മൾ മീൻ മുളകിലിട്ട് വെക്കാനായിട്ട് ഒരു പാനിൽ കുറച്ച് വറ്റൽമുളക് ചൂടാക്കി എടുക്കണം. ആ വറ്റൽമുളകും ഇനി കുറച്ച് 2 ടേബിൾ സ്പൂൺ വറുത്ത മല്ലിപ്പൊടിയാണ്. ഇത് രണ്ടും കൂടി നന്നായിട്ട് അരച്ചെടുക്കുക. ഈ സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച കഷ്ണങ്ങൾ മഞ്ഞൾപ്പൊടി, ഉപ്പും ഇട്ട് വേവിക്കാൻ വെക്കാം. ഈ അരച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് പുളിയും കൂടി ചേർക്കണം. എന്നാൽ മാത്രമേ നമുക്ക് മത്തിക്കറിയിൽ പുളി കിട്ടുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് യാമി പുളി എടുത്ത് കഴിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് യാമിക്ക് കുറച്ച് ഡാൻസ്. അരവെടുത്ത് ഈ വേവിച്ച കഷ്ണങ്ങളിലേക്ക് ഇട്ടു. ആ അരവ് തിളച്ച സമയത്ത് മത്തി നമ്മൾ അരവിലേക്ക് ഇട്ട് കൊടുത്തു. നന്നായി മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ ഒടിഞ്ഞു പോകും, മീൻ കട്ടായി പോകും. അതിനുശേഷം തേങ്ങ ചിരകണം എന്ന് പറയുന്ന സമയത്ത് യാമി പറഞ്ഞു, അമ്മയെ ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന്. അങ്ങനെ യാമി എടുത്ത് തേങ്ങ ചിരകി തന്നു. ആ തേങ്ങയും 4 വെളുത്തുള്ളിയും കൂടി നന്നായി കുനിച്ചെടുക്കാം. മീൻ കഷ്ണം വന്ന ശേഷം ഈ തേങ്ങയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി വന്ന ശേഷം കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ടേസ്റ്റിന് വേണ്ടിയാണ് ഇതിങ്ങനെ ചേർക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് യാമി കോക്കനട്ട് കഴിക്കുന്നുണ്ട്. മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇനി ഫിഷ് ഫ്രൈ ചെയ്യാം. ഫിഷ് ഫ്രൈ ചെയ്യാൻ പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ട് ഫിഷ് അങ്ങ് വെച്ച് കൊടുക്കുക. 4 മീൻ പാനിലേക്ക് വെച്ച് കൊടുത്തു. നന്നായി ഫ്രൈ ആവാൻ വേണ്ടി മാറ്റി വെക്കാം. മീൻ നന്നായി ഫ്രൈ ആവുന്നുണ്ട്. മീൻ നന്നായി പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. യാമി ടേസ്റ്റ് നോക്കാൻ വേണ്ടി എടുത്താന്ന് പപ്പയോട് പറയുന്നുണ്ട്. പക്ഷെ പപ്പ എടുത്തു കൊടുക്കുന്നില്ല. അങ്ങനെ യാമി തന്നെ എടുത്ത് നോക്കുകയാണ്. ടേസ്റ്റ് സൂപ്പറായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ഞങ്ങളെ മത്തി മുളകിലിട്ടതും ഫിഷ് ഫ്രൈയും തയ്യാറായിട്ടുണ്ട്. നിങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ യൂട്യൂബ് ചാനൽ. താങ്ക് യു.